ഹലോ, ഇത് നമ്മൾ ഹാബിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏതൊരു ഹാബിറ്റിലും 3 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ക്യൂ, 2 റുട്ടീൻ, റിവാർഡ്. ഒരു ന്യൂ ഹാബിറ്റ് എപ്പോഴും നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ, എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതൊരു എക്സിസ്റ്റിംഗ് ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. പുതിയ ഹാബിറ്റ് അതൊരു ചെറിയ ഹാബിറ്റ് ആയിക്കൊള്ളട്ടെ, അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്യുക. റിസർച്ച് പറയുന്നത് ഒരു കാര്യത്തെ ഹാബിറ്റായി വരണമെങ്കിൽ 18 മുതൽ 254 ദിവസം നമ്മളത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഹാബിറ്റ് ദാറ്റ് ബിക്കം ട്രൂലി സെക്കൻഡ് നേച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ചില ഹാബിറ്റ്സുകൾ നമുക്ക് വളരെ പെട്ടെന്ന് ചേഞ്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, പോസിറ്റീവ് ബിഹേവിയർ ഉണ്ടാക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ, എക്സസൈസ്, ജേർണലിംഗ്, ഇതെല്ലാം നമുക്ക് ഇതൊക്കെ നമ്മളെ ഹാബിറ്റിലേക്ക് വരണമെങ്കിൽ നമുക്ക് വിജയം വളരെ പെട്ടെന്നായിരിക്കും. നമ്മുടെ മോർണിംഗ് റിച്വൽ എങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കാം. ദിവസം എങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുന്നത് പ്രഭാതങ്ങളാണ്. ആ പ്രഭാതത്തിലെ ആദ്യത്തെ മണിക്കൂറുകളിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ മൂഡും നമ്മുടെ ഫോക്കസും ആ ദിവസം എങ്ങനെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരു നല്ല മോർണിംഗ് റിച്വലിന്റെ കമ്പോണൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ സൈലൻസിൽ തുടങ്ങാം, അല്ലെങ്കിൽ മെഡിറ്റേഷനോടൊപ്പം തന്നെ നമ്മുടെ പേർപ്പസുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ദെൻ മൂവ്മെന്റ്, നമ്മുടെ ബോഡി എക്സസൈസ് ആണ്, ബ്രെയിനും ബോഡിയും ആക്ടിവേറ്റ് ചെയ്യാനാണ്. ദെൻ നമുക്ക് ഒരു ഇന്റൻഷൻ സെറ്റിംഗ് ചെയ്യാം, ആ ദിവസം എങ്ങനെ കൊണ്ടുപോകണം. ദെൻ നറിഷ്മെന്റ്, ഫിസിക്കൽ ഫ്യൂൽ, ഗ്രാറ്റിറ്റ്യൂഡ്. ഇത്രയും കാര്യങ്ങൾ രാവിലെ ചെയ്യുകയാണെങ്കിൽ ആ ദിവസവും അത് ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ടും ഇമ്പാക്റ്റും വളരെ വലുതാണ്. ഹാബിറ്റ് ആണെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുക. മോർണിംഗ് റിച്വലും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ 2 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ അത് ഫെയിലിയർ ആവും. 10 മിനിറ്റ്സ് മാത്രം എടുക്കുക. ഈ 2 മിനിറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. റിച്വൽ ഷുഡ് അഡ്രസ് അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദ 4 എനർജി ഡയമെൻഷൻ. ഒന്ന് ഫിസിക്കൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മെന്റൽ, സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ. ഈ 4 ഡയമെൻഷനിൽ ഏതിലെങ്കിലും 3 എണ്ണത്തിലെങ്കിലും നമ്മൾ ടച്ച് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്യണം. രാവിലെ സോഷ്യൽ മീഡിയ എടുക്കരുത്, ന്യൂസ് വായിക്കരുത്, ഇമെയിൽ ഒന്നും എടുക്കരുത് ഈ റിച്വൽ കഴിയുന്നത് വരെ. നെക്സ്റ്റ് നമ്മൾ പറയുമ്പോൾ ഒരു ഡെയിലി ഹാബിറ്റ്, നമ്മുടെ ഗോളിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു ഡെയിലി ഹാബിറ്റ് എല്ലാ ദിവസവും ചെയ്യണം. ഒരു ബുക്ക് വായിക്കലാകാം, ജേർണലിംഗ് ആകാം, അല്ലെങ്കിൽ ഗോളിന് വേണ്ടി ചെയ്യുന്നൊരു വർക്കാകാം. ഡെയിലി അത് വേണ്ടി ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു ഗോള്, ഫിനാൻഷ്യൽ ഗോളാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ഫിനാൻഷ്യൽ ഗോളിലേക്ക് റീച്ച് ചെയ്യാനുള്ള വർക്ക്. ഒരു പ്രോഡക്റ്റോ സർവീസോ സെല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന്റെ പരസ്യം കൊടുക്കാം, അതിന്റെ വാല്യൂ ആഡ് ചെയ്യാം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം, സെഷൻസ് കൊടുക്കാം, ആളുകളുമായിട്ട് കണക്ട് ചെയ്യാം, മാർക്കറ്റിംഗ്, സെയിൽസ് എല്ലാം അതിന്റെ ഒരു ആക്ഷനാണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പൊ സാധാരണ നമ്മൾ പറയത്തില്ലേ, നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ആക്ഷനാണ് ബ്രഷ് ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം ഈ ഒരു ഗോളിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് പെർ ഡേ നമ്മൾ ചെയ്യാന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഒരു സിമ്പിൾ ഹാബിറ്റ് ട്രാക്കർ വെക്കുന്നത് നല്ലതാണ്. അതൊരു ജേർണല് അല്ലെങ്കിൽ ഒരു ആപ്പോ എന്ത് വേണമെങ്കിലും ആകാം. നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യല്. ഹാബിറ്റ് ട്രാക്കർ ജസ്റ്റ് എഴുതിയിട്ട് ടിക്ക് ചെയ്ത് പോയാലും മതിയാവും. വേണമെങ്കിൽ നമുക്ക് അതിനോട് ഒരു ഈവനിങ് റിച്വൽ കൊടുക്കാം. 2 മിനിറ്റോ 4 മിനിറ്റ്സോ ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈവനിങ് റിച്വൽ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാവിലത്തെ മോർണിംഗ് റിച്വൽ പോലെ തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ റിവ്യൂ ചെയ്യാനാണ് എടുക്കേണ്ടത്. റിവ്യൂ ചെയ്യാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, വാട്ട് വി വാണ്ട് ടു ഇംപ്രൂവ്. ദെൻ അത് നമ്മൾ എത്രത്തോളം ചെയ്തു എന്ന് റിവ്യൂ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ്, അറ്റ്ലീസ്റ്റ് 3 കാര്യങ്ങൾക്കെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക. പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻ ഫോർ ടുമോറോ, ക്ലോത്ത്സ് അല്ലെങ്കിൽ കിറ്റ്, അല്ലെങ്കിൽ നാളെ എടുക്കാനുള്ള ഒരു സ്മോൾ സ്റ്റെപ്സ് എടുത്ത് വെക്കുക. അങ്ങനെയുള്ള നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ഇന്ന് ഈവനിങ് നമ്മൾ സെറ്റാക്കി വെക്കുക. നമുക്ക് ആങ്സൈറ്റി, സ്ട്രെസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമ്മളെ പ്രൊഡക്ടിവിറ്റിയെ കില്ല് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ജേർണൽ ചെയ്യോ, അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ജേർണൽ ചെയ്യുക, അല്ലെങ്കിൽ ജേർണൽ ചെയ്തിട്ട് നോട്ട്ബുക്കിൽ സൂക്ഷിക്കരുത്. അൺഫിനിഷ്ഡ് പ്രോസസ്ഡ് ഇമോഷനൊക്കെ എഴുതുക, കത്തിച്ച് കളയും. നമുക്ക് ഉണ്ടായ ഏതെങ്കിലും ആൻസൈറ്റിയോ സ്ട്രെസ്സോ ആണെങ്കിൽ നമ്മൾ ബുക്കിൽ സൂക്ഷിക്കുന്നത് കീറി കളയണം. ദെൻ ദ പവർ ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്ന
ഒരു ഏരിയ ഉണ്ട്. ഈ എല്ലാ ദിവസവും ഇന്റൻഷനലി നമ്മൾ ക്ലോസ് ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ ചെയ്തു ചെയ്തില്ല, നമ്മൾ വിൻ ചെയ്യുന്ന മാത്രമല്ല, ഏത് നമ്മൾ ചെയ്യുന്ന ഓരോ വലിയ കാര്യം ചെയ്യുന്ന മാത്രമല്ല, ചെറിയൊരു കാര്യം ചെയ്താൽ പോലും എത്ര ചെറുതാണെങ്കിലും നമ്മൾ അതിനെ അക്നോളജ് ചെയ്യണം. ആ ചെയ്യുന്ന ഇത് ഇത്രയും ഞാൻ ചെയ്തു എന്ന് പറയുന്നത് പിറ്റേ ദിവസം വലിയ കാര്യം ചെയ്യാനുള്ള ഫ്യൂവലായി മാറും. നമ്മൾ പറയില്ലേ ദിനചര്യ, വേദിക് ട്രഡീഷൻ പറയുന്ന ദിനചര്യ, ഡെയിലി റുട്ടീൻ, അതാണ് എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ എന്നത്. ഹെൽത്ത്, ക്ലാരിറ്റി, സ്പിരിച്വൽ ഗ്രോത്ത്, എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ദിനചര്യ എന്ന് പറയുന്നത്. ഈ ഏൻഷ്യന്റ് ആയിട്ടുള്ള വൈസസ്റ്റ് ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ള പിന്നീടുള്ള പഠനം അത് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. നമുക്ക് അത് അവെയറായിട്ട് ചെയ്യുന്ന സമയത്ത് ഡീപ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ദ ക്വാളിറ്റി ഓഫ് യുവർ അറ്റൻഷൻ ഡ്യൂറിങ് എ ഹാബിറ്റ് മാറ്റേഴ്സ് ആസ് മച്ച് ആസ് ദ ഹാബിറ്റ് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഈ ഒരു സാധന, അതായത് ഡെയിലി പ്രാക്ടീസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു ഇന്റൻഷൻ എടുത്ത് ഇന്നുപോലെ നമ്മൾ അത് ഒരു ഹാബിറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പേഴ്സണൽ ഹാബിറ്റ് മോഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് അത് വേണ്ടത്, എന്തൊക്കെ അതിനകത്ത് ആഡ് ചെയ്യണം, ഈവനിങ് റിച്വൽ എന്തൊക്കെ വേണം, മോർണിംഗ് റിച്വൽ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റൈലിൽ നിങ്ങളുടെ കംഫർട്ടിൽ ഒരു ഹാബിറ്റ് റിച്വൽ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് മെല്ലെ മെല്ലെ ആഡ് ഓൺ ചെയ്ത് അത് ട്രാക്കിലേക്ക് വരിക. ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഈ വീഡിയോ കേൾക്കുന്ന അതേ ദിവസം മൺഡേ വരെ വെയിറ്റ് ചെയ്യരുത്, നെക്സ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്യരുത്. ഇന്ന് തന്നെ ടുഡേ ബിഗിൻ. അപ്പോഴാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7 ദിവസമൊക്കെ എത്തുമ്പോഴേക്കും ഒരു കാര്യമായ ഒരു മാറ്റം നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. യുവർ ഹാബിറ്റ്സ് ആർ യുവർ വോട്ട് ഫോർ ദ പേഴ്സൺ യു ആർ ബിക്കമിങ്. എവറി റെപ്പറ്റീഷൻ കാസ്റ്റ് എ വോട്ട്. അതുകൊണ്ട് കാസ്റ്റ് ദം വൈസ്ലി. ആ ഹാബിറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് ഇന്ന് തൊട്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓൾ ദ വെരി ബെസ്റ്റ്.